जो कोई हमारा शब्द सुनने वाला है सबको हमारे परमेश्वर यीशु नाम स्वागत करता है। എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വന്ദനങ്ങൾ അറിയിക്കുക. आप सबको यीशु मसीह के नाम से वंदन करता है। ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാനാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുന്നത്. आज इस दिन को एक विशेष दिवस है। ലോകം മുഴുവനും ലഹരി വിരുദ്ധ ദിനമായിട്ട് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നൽകുന്ന ഒരു ദിവസമാണ്. आज दुनिया में सबको सब इस दिन में और लहरी के विरोध में वो चिंता करता है। ലഹരി കൊണ്ട് ഉണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്മാരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. वो सब आदमी को ये लहरी को दौर कुछ करना है वो जानना जरूरी है। ലഹരി നമ്മുടെ ജീവിതത്തിൽ വളരെ ദൂഷ്യവശങ്ങൾ ഉളവാക്കുന്നു എന്ന് നമ്മുടെ സമൂഹം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. वो हमारी ज़िंदगी में बहुत कष्ट और दुख लाता है। എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ പലരും ഒരുപക്ഷെ ലഹരിക്ക് അടിമയായിരിക്കാം. आज ये हमारे ये सब सुनने वाला बहुत लोग इस समय में लहरी में लग रहा होगा। ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. तो आपको जानकारी देना जरूरी है। ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില ഭവിഷ്യത്തുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനിടയായിത്തീരണം. वो शराब और दूसरा लहरी के द्वारा हमारे शरीर में कुछ बीमार और घटना होता है वो हम जानना है। നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ലഹരികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. कई प्रकार का लहरी हम मिलता है। ലഹരി നമ്മുടെ ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ തുടങ്ങിയ മാരകമായിരിക്കുന്ന രോഗങ്ങൾ നമുക്ക് സമ്മാനിക്കുകയാണ്. इसके द्वारा हम कैंसर बीमारी और दूसरा बहुत बीमार में पड़ रहा है। ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ മാത്രമല്ല നമ്മുടെ ബുദ്ധിമണ്ഡലത്തെയും നമ്മുടെ ചിന്താമണ്ഡലത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. वो सिर्फ कैंसर बीमारी नहीं वो हमारा चिंता में और बुद्धिमंडल में भी बहुत काम करता है, गलत काम करता है। ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു വിപത്തായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. वो हमारे समूह में ये बहुत बड़ा दुष्ट है। വിവിധ തരത്തിലുള്ള ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. कई प्रकार हमको मिलता है। പാൻ പരാഗ് മുതൽ കഞ്ചാവ്, ബ്രൗൺ ഷുഗർ തുടങ്ങിയ മാരകമായിരിക്കുന്ന ലഹരി വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. इसी प्रकार पान पराग, गंजा, ब्राउन शुगर इसी प्रकार लहरी हमको मिलता है। അങ്ങനെ ധാരാളം ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ സർക്കാർ അറിയാതെ വണ്ണം വിറ്റഴിക്കപ്പെടുകയാണ്. वो बिना सरकार जानते इसी प्रकार का लहरी हमको मिलता है। ഈ എല്ലാ ലഹരിയുടെയും പിന്നിൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് വിവിധ രോഗങ്ങളും മാരകമായിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. वो लहरी हमारे ज़िंदगी में बहुत दुर्घटना होती है, बीमार और बहुत दुर्घटना होती है। പാൻ പരാഗൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പല്ലുകളെ പരിശോധിച്ചാൽ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. जो कोई पान पराग यूज़ करते हैं उपयोग करता है उसको दांत हम देख सकते हैं। പല്ലുകളൊക്കെയും വൃത്തിഹീനമായിട്ട് അല്ലെങ്കിൽ അത് പൊടിഞ്ഞൊക്കെ ഇരിക്കുന്നത് കാണാൻ കഴിയും. वो उसका दांत पूरा गंदा देखता है। നമുക്ക് ദൈവം തന്നിരിക്കുന്ന മനോഹരമായ വസ്തുവാണ് പല്ല്. वो हमको परमेश्वर दिया एक अच्छा है ये हमारा दांत। ആ പല്ല് കൊണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കപ്പെടുവാനിടയായിത്തീരും. जो हम उस दांत जो हम हम कसने का समय परमेश्वर हमको दिया वो दांत बहुत अच्छा दिखना है। നമുക്ക് ഏറ്റവും സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഒരു വസ്തുവാണ് പല്ല്. हमारा खुशी दूसरों को दिखाने का एक बहुत अच्छा मौका है। हम हमारा खुशी प्रकटने का एक अच्छा तरीका है हंसना है। ആ പല്ലുകൾ വികൃതമായി തീരുമ്പോൾ നമ്മളും ഏറെക്കുറെ വികൃതരായി മാറ്റപ്പെടുകയാണ്. वो दांत हमें अच्छा नहीं लगता तो हमको भी अच्छा नहीं लगता है।
ഇന്ന് വിവിധ തരത്തിലുള്ള ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. हम बहुत तरह से लहरी हमको मिलता है. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പുതിയതായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലഹരി വസ്തുവാണ് MDMA എന്ന് പറയുന്നത്. MDMA आज हमको मिलना एक नया लहरी है. ഇത് പലർക്കും ഉപയോഗിക്കാൻ വളരെ എളുപ്പം